ഹായ് ഡിയേഴ്സ്, നമുക്കിന്നൊരു ക്രിസ്പി ഫ്രൈഡ് എഗ് ഉണ്ടാക്കാമല്ലേ? അപ്പോൾ ഇതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ. ഇത് കിഡ്സിന് ഭയങ്കര ഇഷ്ടമായിരിക്കും. കിഡ്സ് നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം. എഗ്ഗ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്കിത് വളരെ ഇഷ്ടമായിരിക്കും. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. 4 എഗ്ഗ് വളരെ കുറച്ച് എരിവിനൊക്കെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഞാനിതിൽ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എഗ്ഗ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ അതിനനുസരിച്ച് മറ്റുള്ള ഇൻഗ്രീഡിയൻസും കുറച്ച് കൂട്ടേണ്ടി വരും, കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യേണ്ടി വരും. അപ്പോൾ എഗ്ഗിൻ്റെ അളവനുസരിച്ച്. അപ്പോൾ ഇവിടെ 4 എഗ്ഗിന് ഞാനിവിടെ ഒരു 4 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, കറിവേപ്പില ഒരു തണ്ട്, ഇഞ്ചി ഒരു ചെറിയ പീസ് ഇഞ്ചി. ഇവയെല്ലാം കൂടിയിട്ട് നമ്മളൊന്ന് ഗ്രൈൻഡ് ചെയ്യണം. എന്നിട്ട് ഈ 4 മുട്ടയിലേക്ക് നമ്മൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടോ, 4 മുട്ടയല്ലേ ഉള്ളൂ, അപ്പോൾ ഞാനൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുത്തേക്കാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കണം. ഒരു നുള്ളു ഉപ്പിൻ്റെ തന്നെ ആവശ്യമുള്ളൂ. പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു നുള്ളു ഗരം മസാല പൗഡർ. ഇവയെല്ലാം ഒന്ന് ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നമ്മൾ അവനിൽ വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ആവി കയറ്റിയാലും മതി. അപ്പോൾ ആവി കയറ്റുമ്പോൾ എന്ന് വെച്ചാൽ സ്ക്വയറായിട്ടുള്ള പാത്രം കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സ്ക്വയറായിട്ട് ഉള്ളൊരു പാത്രം കിട്ടിയാൽ നമുക്കത് ഷേപ്പിന് നന്നായിട്ട് മുറിക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഒരു ബേക്കിംഗ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. അതിൽ ചെറിയൊരു ബേക്കിംഗ് ട്രേ എടുത്തിട്ട് അതിൽ ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ വെച്ചാൽ ഇത് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ ഞാനിത് ബേക്ക് ചെയ്തെടുത്തേക്കാണ്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ആവി കയറ്റിയിട്ട് ഒന്ന് ഇത് വേവിച്ചെടുത്താൽ മതി. അതായത് ഒരു സ്റ്റീൽ പ്ലേറ്റിൽ നമ്മൾ ഒരു കുറച്ച് ബട്ടർ ഗീ ചേർത്ത് തടവിയിട്ട് ഒന്ന് ആവി കയറ്റിയാൽ മതി. അപ്പോൾ ഞാനിവിടെ ബേക്കിംഗ് ട്രേയിൽ കുറച്ച് ഗീ തടവി കൊടുത്തിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഇതൊന്ന് മുക്കി പൊരിക്കാനുള്ള ഐറ്റംസ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റസ്ക് പൊടി, അത് ഞാനിവിടെ പാക്കറ്റ് വാങ്ങിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വീട്ടിൽ റസ്ക് എടുത്ത് പൊടിച്ചിട്ടായാലും നിങ്ങൾക്കത് ചെയ്യാം. പിന്നെ 2 മുട്ട വേണം. അപ്പോൾ ഇത് മുക്കി പൊരിക്കാനുള്ള ഇൻഗ്രീഡിയൻസാണ് ഞാനിവിടെ പറയുന്നത്. റസ്ക് പൊടി കുറച്ച്, മുട്ട 2 എണ്ണം. അപ്പോൾ മുട്ടയിലേക്ക് നമ്മൾ വീണ്ടും ഒരു നുള്ളു ഉപ്പ് ചേർക്കണം. അപ്പോൾ മുട്ടയിലേക്ക് ഒക്കെ കുറച്ച് ഉപ്പ് മതിയല്ലോ, അതുകൊണ്ടാണ് ഈ ഒരു പിഞ്ചുപ്പ് എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു നുള്ളു ഉപ്പും പിന്നെ ഒരു നുള്ളു ഗരം മസാലപ്പൊടിയും ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഒരു എരിവിന് വേണ്ടി മാത്രം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചേക്കണ മുട്ട ഒരു 5 മുതൽ 7 മിനിറ്റ് ആകുമ്പോഴേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് അവനിൽ നിന്ന് പുറത്തെടുത്തിട്ട് നമ്മളൊന്ന് നെയ്യ് തടവിയത് കൊണ്ട് ഇതൊന്ന് ബാക്ക് തിരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ, റിവേഴ്സാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് പോരും. ഇതിനെ എന്നിട്ട് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ മുറിച്ചെടുക്കാം. ഞാനിവിടെ വല്ലാത്ത ചെറിയ പീസ് ആക്കിയിട്ടില്ല, അത്യാവശ്യം കുറച്ച് വലിപ്പത്തിലാണ് ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഓരോ പീസും മുട്ടയിൽ മുക്കിയിട്ട് ഈ റസ്ക് പൊടിയിൽ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ റസ്ക് പൊടിയിൽ റോൾ ചെയ്യുന്ന സമയത്ത് എല്ലാ ഭാഗത്തേക്കും റസ്ക് പൊടി എത്തിയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അതിനുശേഷം നമ്മൾ വേണം മാറ്റി വയ്ക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. അതിങ്ങനെ നമ്മൾ എല്ലാ പീസും ഇങ്ങനെ ചെയ്യുക. അതിനുശേഷം നമ്മളിത് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂറെങ്കിലും വയ്ക്കുക. എന്നിട്ട് നമ്മൾ ചൂടായ ഓയിലിൽ പൊരിച്ചെടുത്താൽ മതി. കാരണം നമ്മളിത് റോൾ ചെയ്ത ഉടനെ തന്നെ ഓയിലിലിട്ട് പൊരിക്കുമ്പോൾ ആ റസ്ക് പൊടിയൊക്കെ നമ്മൾ ഓയിലിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫ്രിഡ്ജിൽ അരമണിക്കൂർ വെച്ചിട്ട് പൊരിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ സംഭവിക്കില്ല, റസ്ക് പൊടി അങ്ങനെ ഓയിലിലേക്ക് പോവില്ല. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം. കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മുട്ട കഴിക്കാൻ മടിയുള്ള കുട്ടികൾ പ്രത്യേകിച്ചും ഇത് കഴിക്കും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അതിനുശേഷം അരമണിക്കൂറിന് ശേഷം ഞാനിത് പുറത്തെടുത്തിട്ട് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഓയിൽ നന്നായി ചൂടായതിന് ശേഷം ഓരോരോ കഷ്ണങ്ങളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ
ഇത് ഒരു രണ്ട് സൈഡും ഗോൾഡൻ ബ്രൗൺ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ വല്ലാണ്ട് കളറ് മാറാൻ നിൽക്കണ്ട. കാരണം ഇത് ഓൾറെഡി ഉള്ളിലൊക്കെ വെന്ത മുട്ടയല്ലേ. അപ്പോൾ നമ്മൾ രണ്ട് സൈഡും ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയാൽ മതി. അപ്പോൾ റസ്ക് പൊടിയുടെ ഭാഗം നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞാൽ നമുക്കിത് ഓയിലിൽ നിന്നും കോരിയെടുക്കാം. അപ്പോൾ ഇത് നമുക്കിഷ്ടപ്പെട്ട സോസ് ഉപയോഗിച്ചിട്ടും മയോണൈസ് ഉപയോഗിച്ചിട്ടൊക്കെ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാം. അപ്പോൾ ഇതിപ്പോൾ ഓരോ സൈഡും ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ രണ്ട് സൈഡ് മാത്രമല്ല, ഇത് സ്ക്വയർ പീസ് ആയതുകൊണ്ട് 4 സൈഡും മറിച്ചിട്ടിട്ട് വേണം നമ്മൾ പുറത്തേക്ക് കോരിയെടുക്കാനായിട്ട്. കാരണം ഇതിൻ്റെ മറിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് സൈഡ് മാത്രം ആവുള്ളൂ. അപ്പോൾ ഈ രണ്ട് സൈഡ് പോർഷനും കൂടി നമ്മൾ മറിച്ചിട്ടിട്ട് എല്ലാ ഭാഗം ഒരു കളറ് ഗോൾഡൻ ബ്രൗൺ ആക്കി എടുത്ത്, ഗോൾഡൻ ബ്രൗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ശരിയായി എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് ഗോൾഡൻ ബ്രൗൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ നന്നായി ശരിയായതിന് ശേഷം നമ്മൾ ഓയിലിൽ നിന്ന് കോരിയെടുക്കുക. അതിന് ശേഷം നമ്മൾ ഇത് ചൂടോടെ തന്നെ കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഇതേപോലെ തന്നെ നമുക്ക് കുട്ടികൾക്ക് ചിക്കനും ബനാന വെച്ചിട്ടൊക്കെ വളരെ ടേസ്റ്റിയായ സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക്സ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.